ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് വരുമ്പോഴത്തേനും അവിടെ ബൈ ചെയ്യണമെന്നും റെസിസ്റ്റൻസിൽ മാർക്കറ്റ് വരുമ്പോഴത്തേനും അവിടെ സെല്ല് ചെയ്യണമെന്നും അറിയാം. എപ്പോഴാണ് ഈ മാർക്കറ്റ് ഈ സപ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ ഉടയ്ക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഇനി നമുക്ക് എപ്പോഴാണ് മാർക്കറ്റ് റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ സപ്പോർട്ടിനെ ഉടയ്ക്കാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. മാർക്കറ്റ് ഒരു റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസിനെയും തൊട്ട് സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും തൊട്ട് ഒരു റേഞ്ചിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പച്ച കളർ ക്യാൻഡിൽ വെച്ച് ഒരു റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ഫോഴ്സ് അധികമായി അത് വന്ന് റെസിസ്റ്റൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പച്ച കളർ ക്യാൻഡിൽ വെച്ച് ഈ റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് അധികം? നമുക്കറിയാം, ഇവിടെ ബയേഴ്സിന്റെ പവർ ആണ് അധികം എന്നറിയാം. ഉടനെ ഈ സ്ട്രോങ് ആയിട്ട് ഈ റെസിസ്റ്റൻസിനെ ഒരു പച്ച കളർ ക്യാൻഡിൽ ഉടച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെസിസ്റ്റൻസിനെ പച്ച കളർ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ഉടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അഥവാ ഇങ്ങനെ ഈ ഉടച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ വന്നിട്ട് ട്രേഡ് എടുക്കരുത്. അടുത്ത ക്യാൻഡിൽ ഒരു സ്ട്രോങ് ആണ്, ബിയറിഷ് ക്യാൻഡിൽ ആണോ അതോ ബുള്ളിഷ് ക്യാൻഡിൽ ആണോ എന്ന് നോക്കണം. ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി? ബൈക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അഥവാ അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് മൂവ്മെന്റ് ആണ് കൊടുക്കുന്നെങ്കിലോ നമ്മൾ അവിടുന്ന് ഇത് കാണുമ്പോഴേ അറിയാം ഇത് എന്താണെന്ന്, ബിയറിഷ് എൻഗൾഫി ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് സെല്ലിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഈ സപ്ലൈയോ അല്ലെ ഡിമാൻഡിനെയോ ഒരു സ്ട്രോങ് ആയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ റെസിസ്റ്റൻസിൽ വന്ന് ക്യാൻഡിൽ നിന്നിട്ട് അടുത്ത ക്യാൻഡിലിന്റെ മൂവ് ആണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അതേപോലെയാണ് സപ്പോർട്ടിന്റെ കാര്യത്തിലും. സപ്പോർട്ടിൽ വന്ന് ഒരു സ്ട്രോങ് ആയിട്ട് ബിയറിഷ് ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് സപ്പോർട്ടിനെ റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്? സെല്ലിങ്ങിന് ഓപ്പർച്യൂണിറ്റി കൂടുതലുണ്ട്. സ്ട്രോങ് ആയിട്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ടിനെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ സപ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ മാർക്കറ്റ് തിരിച്ചും ആ സപ്പോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മേലെ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ മേലെ പോയി തിരിച്ചു വരുന്നു, എഗെയിൻ പോയി തിരിച്ചു വരുന്നു, ഇങ്ങനെ തിരിച്ചു വന്ന് തിരിച്ചും മാർക്കറ്റ് ഇവിടെ സപ്പോർട്ടിൽ ടച്ച് ആവുകയാണെങ്കിൽ ഈ സപ്പോർട്ടിനെ ഉടയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഇവിടെ മേളിലോട്ട് പോകുന്നതിന്റെ പവർ നോക്കിക്കേ, വളരെ കുറവാ. ഇവിടെ ഒരു വലിയ പവർ, ഇതിനേക്കാൾ താഴെയായിരുന്നു ഇവിടെ വരുമ്പോ അതിലും താഴെ. അങ്ങനെ ബയേഴ്സിന്റെ പവർ കുറഞ്ഞ് സെല്ലേഴ്സ് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുക ഇതിനെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ എന്ത് ഫോം ആകുന്നുണ്ട്? ലോവർ ഹൈ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ റെസിസ്റ്റൻസിന്റെ കാര്യത്തിലോ, റെസിസ്റ്റൻസിൽ വരുമ്പം തിരിച്ചും മാർക്കറ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരച്ചേക്കാം. തിരിച്ചും മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസിനെ തൊട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നേ? ഹൈയർ ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം സപ്പോർട്ടിൽ വരുമ്പം അത് ലോവർ ഹൈയും റെസിസ്റ്റൻസിൽ വന്ന് ഹയർ ലോവും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് ഉടയ്ക്കാം. ഈ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ഉടയ്ക്കാം. ഇവിടെയാണെങ്കിൽ സപ്പോർട്ടിനെ മാർക്കറ്റ് ഉടയ്ക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പം, ഇപ്പൊ സപ്ലൈ നമ്മൾ ഒരു ബൈ ആണ് അല്ല ഒരു സെല്ലാണ് എടുക്കുന്നതെന്ന് വെച്ചു. ഈ സെല്ല് എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വന്ന് ഈ റെസിസ്റ്റൻസിന് നേരെ കുറച്ച് ദൂരം വെക്കണം. ഉടനെ ഇവിടെ പോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടായിരിക്കും. സപ്പോർട്ടിന്റെ കാര്യത്തിൽ കുറച്ച് താഴെ വെക്കാതെ, കുറച്ച് താഴെ സപ്പോർട്ടിന്റെ ആണെങ്കിലും റെസിസ്റ്റൻസിന്റെ ആണെങ്കിലും ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം സ്റ്റോപ്പ് ലോസ് വന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി മാർക്കറ്റിൽ നമുക്ക് ഈ പവർഫുൾ ക്യാൻഡിലിന്റെയും
ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് മൂവ് ഉണ്ട്, നോക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതൊരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു വര വരച്ചു. എത്ര ടച്ച് ഉണ്ടെന്ന് നോക്കാം. 1 2 1 പോയിന്റർ വർക്ക് ആകുന്നില്ല. 1 2 3 4 ടച്ച് ഉണ്ട്. അപ്പം നമ്മള് ഈ റെസിസ്റ്റൻസിലോട്ട് മാർക്കറ്റ് എങ്ങനെയാ വന്നിരിക്കുന്നത്? ക്ലിയർ ആയിട്ടുള്ള ബുള്ളിഷ് മാർക്കറ്റ്, ബുള്ളിഷ് ക്യാൻഡിൽ വെച്ച് വന്നു. എന്നിട്ട് ഈ റെസിസ്റ്റൻസിനെ ഉടയ്ക്കുന്നുണ്ടോ? ഇല്ല. അതെങ്ങനെയാ നിൽക്കുന്നത്? റെസിസ്റ്റൻസിന്റെ ഉടയ്ക്കാതെ താഴെ നിന്ന് താഴോട്ട് പോയി തിരിച്ച് മേലെ കയറി. ഇവിടെ പക്ഷെ ഒരു വിഗ് മാത്രമാണ് ഇതിൽ വിട്ടേക്കുന്നത്. തിരിച്ചും താഴെ ഇറങ്ങി തിരിച്ചിവിടെ വന്നപ്പോ എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ആയുള്ള ബുള്ളിഷ് ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് ഈ റെസിസ്റ്റൻസിനെ ഉടച്ചു. അപ്പൊ നമ്മളുടെ എൻട്രി വന്ന് ഈ ഉടച്ച ക്യാൻഡിലിന്റെ എൻഡില് ക്ലോസിൽ വന്ന് നമ്മൾ എൻട്രി ഇട്ടു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്ന് ഈ റെസിസ്റ്റൻസിന് കുറച്ച് താഴെ. ടാർഗറ്റോ ഈസ് ആൻഡ് സ്വിംഗ് ഹൈയില്. ഈ സ്വിംഗ് ഹൈ എവിടെയാണ്? ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ബോഡി ക്ലോസ് വെക്കുന്നിടത്തായിരിക്കും ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് മാർക്കറ്റ് ടാർഗറ്റ്. ഈ മാർക്കറ്റ് അതിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, അത് അടിച്ചു. അതേപോലെ അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇതൊരു റെസിസ്റ്റൻസിലോട്ട് മാർക്കറ്റ് എങ്ങനെയാ? ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചാണ് മാർക്കറ്റ് ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസിൽ വന്ന ഉടനെ ബയ്യോ സെല്ലോ ചെയ്യരുതെന്ന് പറഞ്ഞു. മാർക്കറ്റ് ഇവിടുന്ന് താഴെ ഇറങ്ങി തിരിച്ചു മേലെ കയറി ഇവിടെ ഒരു ക്യാൻഡിൽ ഉടച്ചു. പക്ഷെ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടാണ് ഉടച്ചേക്കുന്നത് ഈ റെസിസ്റ്റൻസിനെ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെയും മാർക്കറ്റ് വിഗ് വിട്ടു. ഇവിടെ ബോഡി ക്ലോസോടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ, ബുൾ ക്യാൻഡിൽ ഉണ്ട്. അപ്പൊ ഈ ക്യാൻഡിലിന്റെ ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. നമ്മുടെ റെസിസ്റ്റൻസിന് കുറച്ച് താഴെ നമ്മൾ SL വെക്കുന്നു. നമ്മുടെ ടാർഗറ്റ് എവിടാണ്? സ്വിംഗ് ഹൈ. ഇവിടെയാണ് നമ്മുടെ സ്വിംഗ് ഹൈ ഉള്ളത്. ഇത് നമ്മുടെ ടാർഗറ്റ്. സ്വിംഗ് ഹൈയുടെ ബോഡി ക്ലോസിലാണ്. എപ്പോഴും ഞാൻ ആ ബോഡിയോട് ചേർന്നാണ് ടാർഗറ്റ് വെക്കാറുള്ളത്. മാർക്കറ്റ് ടാർഗറ്റ് ജസ്റ്റ് അടിച്ച് മാർക്കറ്റ് താഴോട്ട് പോയി. ഇതാണ് പവർഫുൾ മൂവിന്റെ എക്സാമ്പിള്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി ഏതാ ഉള്ളത്? മാർക്കറ്റില് സപ്പോർട്ടില് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് തിരിച്ചും വന്ന് ടച്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ആ സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സപ്പോർട്ടിനെ വന്ന് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ, അതായത് പെട്ടെന്ന് വന്ന് തൊടണം. ഇപ്പം ഒരു റെസിസ്റ്റൻസ് താഴെ പോയി തിരിച്ചു വന്ന് പെട്ടെന്ന് വന്ന് ഇവിടെ തൊട്ടു, പിന്നെയും വന്ന് തൊട്ടു. അങ്ങനെ ഒരു 5-6 തവണ പിന്നെയും വന്ന് മാർക്കറ്റ് ഈ റെസിസ്റ്റൻസിനെ തൊട്ടു. എന്താ പറ്റിയേ? മാർക്കറ്റ് ഈ റെസിസ്റ്റൻസിനെ ഉടച്ച് അങ്ങനെയും മേലെ പോയി. അപ്പം റെസിസ്റ്റൻസിൽ വന്ന് ഒരു ചെറിയ സമയത്തിനുള്ളിൽ പിന്നെയും വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുവാണെങ്കിൽ അത് ഉടയാൻ സാധ്യതയുണ്ട്. അതേപോലെ സപ്പോർട്ടിലും അതേപോലെ പെട്ടെന്ന് വന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സപ്ലൈ ഉടച്ച് സെല്ലാകാനും ചാൻസ് ഉണ്ട്. എപ്പോഴും സപ്ലൈയിൽ വരുമ്പോൾ അവിടെ ലോവർ ഹൈ വന്ന് ഫോം ആകും, റെസിസ്റ്റൻസിൽ വന്ന് ഹയർ ലോ വരും. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ, ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ടിനെ ഉടയ്ക്കാൻ ചാൻസ് കൂടുതലുണ്ടെന്നാണ് അർത്ഥം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.